بسم الله الرحمن الرحيم. സുബ്രഹ്മണ്യൻ്റേതാണ് ചോദ്യം. ഖുർആനിലെ വ്യക്തമായൊരു ശാസ്ത്രീയ അബദ്ധമാണ് ഞാൻ എഴുതുന്നത്. മുസ്ലിങ്ങൾക്കൊന്നും ഇതേവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത അബദ്ധം. ഖുർആൻ 1886 സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നതായി പറയുന്നതായി പരിഭാഷ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഇന്ന് 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം. ഇതറിയാതിരുന്ന കാലത്ത് എഴുതിയ പുസ്തകത്തിൽ തെറ്റുണ്ടാകാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറയുമ്പോൾ ദൈവം ഇത്രക്കും വിവരമില്ലാത്തവനാണെന്ന് ചോദിക്കേണ്ടി വരും. ശരിയല്ലേ? സുബ്രഹ്മണ്യൻ്റെ ചോദ്യം പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ വചനത്തിൽ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നതായി പറയുന്നുണ്ട്. ഇത് ഇന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാവുന്ന അബദ്ധമാണ്. കാരണം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. ഭൂമിയുടെ സ്വയംഭ്രമണം കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതായും ഉദിക്കുന്നതായും നമുക്ക് തോന്നുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അബദ്ധമാണെന്ന് 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാവും. ഈ ചോദ്യത്തിന് ഇതുവരെ ഒരു മുസ്ലിമും മറുപടി പറഞ്ഞിട്ടില്ല എന്നെല്ലാമാണ്. ചിലപ്പോൾ സുബ്രഹ്മണ്യൻ കണ്ട മുസ്ലിങ്ങളൊന്നും മറുപടി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെയോ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ കൃത്യതയെയോ ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇസ്ലാമിക പ്രബോധകർ അതിന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇവിടെ പറയുന്നത് എന്താണ്? ഖുർആനിൽ ദുൽഖർനൈൻ എന്ന ഒരു രാജാവിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നത്. ആ യാത്രക്കിടയിൽ അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഖുർആൻ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നു എന്ന് പറയുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? ദുൽഖർനൈൻ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നതായി കണ്ടു. ഇതിലെന്താണ് അശാസ്ത്രീയം? സൂര്യൻ യഥാർത്ഥത്തിൽ ചെളിവെള്ളത്തിലോ സമുദ്രത്തിലോ എവിടെയും അസ്തമിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളെല്ലാം സൂര്യൻ അസ്തമിക്കുന്നതായി കാണുന്നുണ്ട്. ഇതേപോലെ ദുൽഖർനൈനും കണ്ടു. ഇപ്പോൾ കണ്ണമംഗലത്തെ സുബ്രഹ്മണ്യം പറയാണ്, ഞാൻ ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് പോയപ്പോൾ വൈകുന്നേരം 6:40 സൂര്യൻ സമുദ്രത്തിൽ അസ്തമിക്കുന്നതായി കണ്ടു. ഇത് അശാസ്ത്രീയാണോ? അല്ല, ഇത് സുബ്രഹ്മണ്യൻ്റെ അനുഭവമാണ്. ആ അനുഭവം സൂര്യൻ അസ്തമിക്കുന്നതായി കാണലാണ്. സമുദ്രത്തിൽ സൂര്യൻ താഴ്ന്നു പോകുന്നില്ല എന്ന് നമുക്കറിയാം ശാസ്ത്രീയമായി. പക്ഷേ സുബ്രഹ്മണ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുന്നു. അതിൽ അശാസ്ത്രീയമില്ല. ഇതേപോലെ തന്നെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ദുൽഖർനൈൻ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചെളിവെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായി താഴ്ന്നു പോകുന്നതായി കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നതാണ്. അതിൽ അശാസ്ത്രീയതയില്ല. പരിശുദ്ധ ഖുർആനിൽ അശാസ്ത്രീയത കണ്ടെത്താൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾക്കാണ് അബദ്ധം പറ്റിയത്. സത്യത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അശാസ്ത്രീയതയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.